അത് ജില്ലാതല PSC ആണ് നടക്കുന്നതെങ്കിൽ ജില്ലാ ഓഫീസിലേക്കും, സംസ്ഥാന തലത്തിലാണെങ്കിൽ അത് സംസ്ഥാന തിരുവനന്തപുരം ഓഫീസിലേക്കുമാണ് എത്തിക്കേണ്ടത്. അങ്ങനെ ഓൺലൈനിലൂടെ കൊടുക്കാവുന്ന ലിങ്കിലൂടെ കയറി അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതുമ്പോൾ ഈ വിദ്യാർത്ഥിക്ക് സ്ക്രൈബിന് അലോട്ട് ചെയ്യും. സ്ക്രൈബിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഇങ്ങനെ നൽകുന്നത്. സ്ക്രൈബിന് അലോട്ട് ചെയ്യും. പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ രക്ഷിതാവ് ഒന്നും അറിയേണ്ട, ഈ കുട്ടിക്ക് വേണ്ട സ്ക്രൈബ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് സ്ക്രൈബ് എഴുതി, നമുക്കറിയാലോ ഈ മൈൽഡ് ആയിട്ടുള്ള ഭിന്നശേഷിത്വമുള്ള കുട്ടികൾക്ക് ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്, LD കളക്ടറൊക്കെ തന്നെ ഇവർക്ക് സംവരണം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ വിജയിക്കാനും ലിസ്റ്റിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഏറ്റവും അതിനുള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, ജില്ലാ കളക്ടറുടെ ഒപ്പം എന്ന പദ്ധതിയുണ്ട്. ആക്സസ് മലപ്പുറം ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതിയാണ്. അതിൽ PSC കോച്ചിങ് നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇന്റലക്ച്വൽ ചലഞ്ചറിലെ കുട്ടിക്ക് അഡ്വൈസ് കിട്ടി, ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആയിട്ട്. അവന് ഈ മാസം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, പിന്നെ എല്ലാവർക്കും സാധ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മൈൽഡ് മോഡറേറ്റ് ആയിട്ടുള്ള ഭിന്നശേഷിത്വമുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് തസ്തികകളുണ്ട്. ആ തസ്തികകളിൽ ഇവർക്ക് അപേക്ഷിച്ചിട്ട് സർക്കാർ ജോലിയിലേക്ക് കയറാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. അതിനുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ബുദ്ധിപരമായിട്ട് വൈകല്യം നേരിടുന്ന എത്ര കുട്ടികൾ സർക്കാർ സർവീസിലുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മറ്റ് 21 ടൈപ്പ് ഭിന്നശേഷിയിൽ മറ്റ് ഭിന്നശേഷിക്കാരൊക്കെ ആളുകൾ ആ പ്രിവിലേജ് എടുക്കുമ്പം ബുദ്ധിപരമായി വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം അവസരങ്ങൾ നമ്മളെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അതേപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ ഇതിന് വളരെ തീവ്രമായിട്ടുള്ളൊരു ശ്രമം കൂടി നടത്തണമെന്ന് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരുപാട് മാറ്റം നമുക്ക് ഇത്തരം മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ജോലി സാധ്യതകളൊക്കെ പറയുന്ന സമയത്ത് PSC അറിയാം, കുട്ടികളെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും വളരെ ഒരു പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് PSC അവസരം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണ്? PSCയിൽ 2016 RPWD ആക്ട് വന്നതിന് ശേഷം 4% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് സംവരണം. നേരത്തെ 3% 4% ഉയർത്തിയിട്ടുണ്ട്. ആ 1% ഉയർത്തിയത് ഇത്തരത്തിലേക്കുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ ഓട്ടിസം ഒക്കെയുള്ള ബുദ്ധിപരമായിട്ട് വൈകല്യങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കേരള സർക്കാർ നടപ്പിലാക്കിയ രീതി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരത്തുള്ള നിഷിനെ അതിനെ ഏൽപ്പിക്കുകയും അവർ വളരെ വിശദമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ട് തസ്തികകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ തസ്തികയിലേക്കും, ഇപ്പോൾ എനിക്ക് തന്നെ പോലീസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ അധ്യാപകനാവുന്നത്. അപ്പോൾ എല്ലാ തസ്തികകളും ഭിന്നശേഷിക്കാർക്ക് യോജിച്ചതല്ല. അത് പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ ചലഞ്ചറായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലെയുള്ള ആളുകൾക്ക് പറ്റുന്ന അത്രയും അവർക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്, കാരണം അവർക്ക് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ടും അവർക്ക് ഒരുപാട് തസ്തികകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർഡർ നമുക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിലും നിഷിൻ്റെ വെബ്സൈറ്റിലും ഒക്കെ ലഭ്യമാണ്. വലിയൊരു കുറേ പേജുകളുള്ള ഒരു ഓർഡറാണ്. ഓരോ തസ്തികയിലും ഏത് തരം ഭിന്നശേഷിക്കാർക്കാണ് അതിൽ സംവരണം ഉള്ളത്, അവർക്ക് വേണ്ട ഫങ്ഷനാലിറ്റി, അവർക്ക് എങ്ങനെയാണ് എന്തൊക്കെ ഫങ്ഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതൊക്കെ വിശദീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ, ഓൺലൈനിൽ കയറിയിട്ട് പോർട്ടലിൽ കയറിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ നടത്തുകയും അതിൽ ഈ ഭിന്നശേഷിക്കാരനാണ് എന്നുള്ള രേഖ അപ്ലോഡ് ചെയ്യുകയും വേണം. എന്നിട്ട് ഇവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന തസ്തികയിലെ അവസരങ്ങൾ വരുമ്പോൾ അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കണം. എപ്പോഴും നിരന്തരമായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഹോൾ ടിക്കറ്റ് വരും. പരീക്ഷയ്ക്കുള്ള തീയതിക്ക് അടുത്ത് ഹോൾ ടിക്കറ്റ് വരും. ഈ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ PSCയുടെ വെബ്സൈറ്റിൽ തന്നെയുള്ളൊരു മാതൃകയുണ്ട്. ആ മാതൃക പ്രകാരം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ഈ മാതൃക പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ അത് ഓൺലൈൻ സംവിധാനം വന്നതാണ് ഞാൻ അറിയുന്നത്. ഓൺലൈനിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള നേരത്തെ ഹാർഡ് കോപ്പി കൊടുക്കണമായിരുന്നു.